ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബൈബിൾ ക്ലാസ് പഠിക്കുവാനായിട്ട് ആഗ്രഹമാണോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ചാരന്മാർ ജെറീക്കോയിൽ പോകുന്ന ഭാഗമാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കൊന്ന് പഠിക്കാം. പഠിക്കാൻ ഇഷ്ടമല്ലേ? നമുക്കൊന്ന് കൈകൾ കൂപ്പി നമുക്ക് വരം കിട്ടണം, പ്രാർത്ഥിക്കണം. വചനം പഠിക്കണമെങ്കിൽ, അത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ വേണം. നമുക്കതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ജോഷുവയുടെ പുസ്തകത്തിൽ ചാരന്മാർ ജെറീക്കോയിൽ സന്ദർശിക്കുന്നതും ദൈവം തൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത്തിന് അവരുടെ ദേശങ്ങൾ ഭാഗിച്ച് നൽകുന്നതും എല്ലാം പഠിക്കുവാനും ദൈവത്തിൻ്റെ പരിപാലന എത്രമാത്രം ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞുവോ അതിലും എത്ര കൂടുതലായിട്ട് ഇന്ന് ഈ പുതിയ നിയമത്തിൽ വസിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ആ സ്നേഹം തിരിച്ചറിയുവാനും അങ്ങനെ അങ്ങയുടെ വഴിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനും വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ആ ഈശോ മിശിഹ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള നിയമങ്ങളും കൽപ്പനകളും എല്ലാം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അമ്മ വാങ്ങിത്തരണമേ. അമ്മയുടെ തിരുക്കുമാരനോട് ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് തിരുക്കുമാരനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് പരസ്പരം സ്തുതിയല്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് ജോഷുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ചാരന്മാർ ജെറീക്കോയിൽ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ തുടങ്ങുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് അവർ കാനാൻ ദേശത്ത് എത്തിയിരിക്കുകയാണ്. ജോഷുവയിൽ ദൈവം പ്രത്യേകമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഇതായിരുന്നു: 12 ഗോത്രങ്ങൾക്കായിട്ട് ഈ ദേശം ഭാഗിച്ചു കൊടുക്കുക. അങ്ങനെ ജോഷുവ അതിന് തയ്യാറായി. ബൈബിളിൽ പറയുന്ന നൂനിൻ്റെ മകനായ ജോഷുവ ഇസ്രായേൽ ജനത്തിന് അവർക്ക് അർഹതപ്പെട്ട ദൈവം ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ, ദേശങ്ങൾ വീതം വെച്ച് കൊടുക്കുക. അങ്ങനെ റൂബൻ, ഗാദ്, മനാസയുടെ അർത്ഥഗോത്രം എന്നാണ് പറയുന്നത്. ഈ 3 ഗോത്രങ്ങൾ ജോർദാൻ്റെ ഇക്കരെയാണ് താമസിക്കുന്നത്. അങ്ങനെ അവരെ 3 കൂട്ടരെയും ജോഷുവ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള ദേശം ഇവിടെ തന്നെയാണ്. അവർ പറഞ്ഞു, അതെ, മോശ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇസ്രായേൽ ജനം മുഴുവനും ജോഷുവയെ അവർ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ നേതാവായിട്ട്. കാരണം മോശ, അഹ്റോൻ വഴി അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ജോഷുവ അവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം അവർക്കറിയാം. അപ്പോൾ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറയുകയാണ്, അല്ലയോ ജോഷുവ, ഞങ്ങൾക്കറിയാം ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മോശയെ നയിച്ച ദൈവം ഇന്ന് നിന്നെ നയിക്കുന്നു. ഞങ്ങൾക്ക് നേതാവായിട്ട് നിന്നെ ദൈവം തന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ വീതം വെച്ച് തരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അങ്ങനെ അന്നേരം പറഞ്ഞു, നിങ്ങൾ ഈ ജോർദാൻ്റെ ഇക്കരെയാണ് നിങ്ങളുടെ ദേശം. ഒരു സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരും മക്കളും എല്ലാം അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങളിൽ കരുത്തുള്ളവരും ആരോഗ്യമുള്ളവരും എല്ലാം ബാക്കിയുള്ള ഗോത്രങ്ങൾക്കുള്ള സ്ഥലം പിടിച്ചെടുക്കുവാൻ വേണ്ടി, യുദ്ധം ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ട് വരാൻ പറഞ്ഞു. അവരെല്ലാവരും അതുപോലെ തയ്യാറായിട്ട് വന്നു. അങ്ങനെ ജെറീക്കോ പട്ടണമാണ് ഇനി അവർക്ക് പിടിച്ചെടുക്കേണ്ടത്. ജെറീക്കോ പട്ടണത്തിലുള്ള ആളുകൾ അറിഞ്ഞു, ഇങ്ങനെ ഒരു ഇസ്രായേൽ ജനം വരുന്നുണ്ട്, ദൈവം അവരുടെ കൂടെയുണ്ട്, നമ്മളെ ഇന്ന് അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ അറിയാം. അവരെല്ലാം ഇസ്രായേൽ ജനത്തെ പേടിച്ചാണ് ജീവിക്കുന്നത്. അയ്യോ, ഞങ്ങളിപ്പോൾ ഇവർ കീഴ്പ്പെടുത്തുമല്ലോ എന്നുള്ള ഒരു പേടി അവർക്കും ഉണ്ട്. അങ്ങനെ ഇത് എങ്ങനെയൊന്ന് കീഴ്പ്പെടുത്താൻ പറ്റും എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ജെറീക്കോ പട്ടണത്തിന് ചുറ്റും വലിയ മതിലാണ്, അതിനൊരു വാതിലുമുണ്ട്. ഇവരാരെയും അകത്ത് കയറ്റുകയില്ല. ഈ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുക, ഒരു തരത്തിൽ ഇതിനകത്ത് കയറാനും പറ്റില്ല. അതുകൊണ്ട് ജോഷുവ വിളിച്ചിട്ട് പറഞ്ഞു, 2 ചാരന്മാരെ വിളിച്ചു.
നിങ്ങൾ രണ്ടുപേര് പകൽ സമയത്ത് ഈ പട്ടണത്തിനകത്ത് ഉള്ളിൽ കയറണം, ആർക്കും പിടികൊടുക്കരുത്. എന്നിട്ട് ഈ പട്ടണത്തിലെ കാര്യങ്ങൾ, ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് കൃത്യമായിട്ട് അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് വരാൻ വേണ്ടി ഒരു ദൗത്യം ഏൽപ്പിച്ച് രണ്ടുപേരെ വിടുകയാണ്. ഇവരൊരു പ്രകാരത്തിൽ ഈ ജെറിക്കോ പട്ടണത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ റാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യസ്ത്രീ ഉണ്ടായിരുന്നു. കണ്ടോ, ദൈവം എല്ലാവരെയും ഉപകരണങ്ങളാക്കുക, നമുക്ക് അനുകൂലമാക്കി തരുക ദൈവത്തിൻ്റെ പദ്ധതിയിൽ. ഈ വേശ്യസ്ത്രീയായ റാഹാബിൻ്റെ വീട്ടിൽ ഇവർ ചെന്ന് കയറി. ഇവർ വന്നപ്പോഴേ റാഹാബിന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ പ്രതി, ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ പ്രതി ഞങ്ങളുടെ ആളുകളെല്ലാം ഭയന്നിരിക്കുക, ഞങ്ങളുടെ ആളുകളെല്ലാം വിശ്വസിക്കുകയാണ് നിങ്ങളുടെ കരങ്ങളിൽ ഇത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നിങ്ങളെ പേടിയാണ്. പക്ഷേ എനിക്കറിയാം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളെ നയിക്കുന്നതെന്നും ആ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്നും ഞങ്ങളുടെ ഈ ദേശം നിങ്ങൾക്കായിട്ട് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്നു എന്നുള്ള വിവരമൊക്കെ എനിക്കറിയാവുന്നു. കണ്ടോ, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് കണ്ടോ, റാഹാബ് എന്ന വേശ്യ സ്ത്രീ മനസ്സിലാക്കുന്നത് കണ്ടോ. അപ്പം ഇങ്ങനെയാണ് ദൈവം ഓരോരുത്തരെ ഉപകരണങ്ങളാക്കുന്നത്. നമ്മുടെ ചാരന്മാർ റാഹാബിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാതിലിൽ മുട്ട് കേട്ടു. ഈ വാതിലിനെ മുട്ട് കേട്ടപ്പോഴേ റാഹാബിന് കാര്യം മനസ്സിലായി. റാഹാബ് പറഞ്ഞു, ഇത് രാജകൊട്ടാരത്തിൽ നിന്നും ആൾക്കാരാണ്, നിങ്ങളെ തേടി വന്നിരിക്കുന്നതാണ്. നിങ്ങൾ വേഗം പുരമകളിൽ കയറി ചണത്തുണ്ടുകൾക്കിടയിൽ പാത്തിരുന്നു, അല്ലെ നിങ്ങളെ ഇപ്പോൾ രാജാവിൻ്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ പറഞ്ഞ റാഹാബ് ഈ ചാരന്മാരെ അവിടെ ഒളിപ്പിച്ച് കഴിഞ്ഞിട്ട് കഥ തുറന്നു. കഥ തുറന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് രഹസ്യ അറിവ് കിട്ടി, നിന്റെ അടുക്കലേക്ക് ഇസ്രായേൽക്കാർ രണ്ടുപേർ വന്നിട്ടുണ്ട്, 2 ചാരന്മാർ വന്നിട്ടുണ്ട്. അവർ വന്നായിരുന്നു, ഞങ്ങളോട് എന്തൊക്കെയോ ചോദിച്ചു. എന്നിട്ട് പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പോയി, അവർ ജോർദാൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് വേഗം പോവുകയാണെങ്കിൽ അവരെ പിടികൂടാമെന്ന് പറഞ്ഞു. ഓ, അത് ശരി, അങ്ങനെയാണോ? അവർ വേഗം പട്ടണവാതിൽ തുറന്ന് അതിൻ്റെ പുറത്തിറങ്ങി വാതിലടച്ചു. എന്നിട്ട് അവർ വീണ്ടും നേരെ പോയി ഇവരെ പിടിക്കാനായിട്ട്. ഈ സമയത്ത് ഈ റാഹാബ് പുരമുകളിൽ നിന്ന് അവരെ താഴെ ഇറക്കിയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ആ പട്ടാളക്കാരെ പറഞ്ഞങ്ങ് വിട്ടിട്ടുണ്ട്, നിങ്ങൾ വേഗം പോയി രക്ഷപ്പെട്ടു. ഞങ്ങളെങ്ങനെ രക്ഷപ്പെടും? പട്ടണവാതിൽ അടച്ചിട്ടിരിക്കില്ലേ, ഞങ്ങളെ ആരെങ്കിലും കണ്ടാൽ അപ്പോഴേ ഞങ്ങളെ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്കും കൊണ്ടുപോകും. പറഞ്ഞ്, എൻ്റെ ഈ വീട് മതിലിനോട് ചേർന്നായിരിക്കുന്നത്, ഞാൻ ജനലിലൊരു കയറ് കെട്ടാം, ഈ കയറ് കെട്ടിയിട്ട് നിങ്ങളെ പതുക്കെ ഈ മതിലിൽ കൂടെ താഴേക്ക് ഇറക്കാം. അപ്പം നിങ്ങൾ പട്ടണത്തിന് വെളിയിൽ ചെല്ലും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രാജാവിൻ്റെ ആൾക്കാർ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്, നിങ്ങൾ നേരെ ഈ എതിർ സൈഡിലേക്ക് പോകണം. അവിടെ ഒരു വലിയ മലയുണ്ട്, അവിടെ കയറി 3 ദിവസം ഇരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവരങ്ങോട്ടേക്ക് പോയി നിങ്ങളെ പിടിക്കാനായിട്ട് പോയി തിരിച്ചു വരുന്നത് വരെ 3 ദിവസം എടുക്കും. ഈ 3 ദിവസം കഴിയും നിങ്ങളെ കാണാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, വീണ്ടും പട്ടണത്തിൻ്റെ ഉള്ളിൽ കയറും. 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മലമുകളിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ ജനത്തിൻ്റെ അടുക്കിലേക്ക് പോകാം. അയ്യോ, നീ ഞങ്ങൾക്ക് തന്ന വലിയ ഉപകാരം, അതിന് നന്ദി. അപ്പോൾ പറഞ്ഞു, ഈ നന്ദി പോരല്ലോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഈ പട്ടണം പിടിച്ചെടുക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കണം, എൻ്റെ പിതൃഭവനത്തെയും എൻ്റെ ബന്ധുജനത്തെയും. ഈ ചാരന്മാർ പറഞ്ഞു, തീർച്ചയായിട്ടും ദൈവത്തെ സാക്ഷി നിർത്തി അവർ പറഞ്ഞു, നിന്നെയും നിൻ്റെ പിതൃഭവനത്തിലെ ആൾക്കാരെയും നിൻ്റെ ബന്ധുക്കളെയും നീ ആരെയൊക്കെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നോ അവരെല്ലാം ഈ വീടിൻ്റെ ഉള്ളിലാക്കണം. പിന്നെ നീ ഇതാരോടും പറയരുത്. ഇതാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി നടക്കുകയില്ല. അതുകൊണ്ട് നീ ഇതാരോടും പറയുകയും ചെയ്യരുത്. ആരെയൊക്കെ സംരക്ഷിക്കണോ അവരെ ഈ വീടിൻ്റെ ഉള്ളിലാക്കിയാൽ ഞങ്ങൾ നിൻ്റെ വീടിന് ഒരു ഉപദ്രവവും വരുത്തുകയില്ല, വീടിൻ്റെ ഉള്ളിലുള്ള ആർക്കും ഒരു ഉപദ്രവവും വരുത്തുകയില്ലെന്ന് പറഞ്ഞ് അവരത് ഉടമ്പടി ചെയ്തു. ഈ ചാരന്മാർ റാഹാബിനോട് ചോദിച്ചു, ഞങ്ങൾ എങ്ങനെ നിൻ്റെ വീട് തിരിച്ചറിയും? അങ്ങനെ അവർ തമ്മിലൊരു വ്യവസ്ഥയുണ്ടാക്കി. ഒരു ചുവന്ന റിബൺ ഇവളുടെ ജനലിൽ, ഇവരിറങ്ങിപ്പോകുന്ന അതേ ജനലിൽ ഒരു ചുവന്ന റിബൺ കെട്ടിയിടുക. അങ്ങനെയാകുമ്പം ഇത് കാണുമ്പോൾ ആ വീടിന് ഞങ്ങൾ ഒരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. അവർ സമ്മതിച്ചു. അങ്ങനെ ഇവർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. ഇവർ 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്ന് ജോഷുവയുടെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു, അല്ലയോ ജോഷുവ, ഞങ്ങളെ അവിടെ ചെന്നപ്പം സ്വീകരിക്കുകയും ഇങ്ങനെ രാജാക്കന്മാരുടെ സേവകന്മാരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ പുരമുകളിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു കുടുംബമുണ്ട്, റാഹാബ്. അവൾ വേശ്യയാണെങ്കിലും നല്ലൊരു സ്ത്രീയാണ്, ദൈവം നമുക്കായിട്ട് അയച്ചു തന്നതാണ്. അവൾക്കറിയാം ഇസ്രായേൽ ജനം ആ പട്ടണം പിടിച്ചടക്കുമെന്നും
ആ ദേശം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നു എന്നുള്ള വിവരമെല്ലാം ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുവന്ന റിബൺ കെട്ടാനും ആ വീടിനെ സംരക്ഷിക്കാനും. അപ്പം ജോഷുവ പറഞ്ഞു, തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നമ്മൾ ആരും ആ പട്ടണം പിടിച്ചെടുക്കുന്ന സമയത്ത് റാഹാബിനെയോ അവൻ്റെ പിതൃഭവനത്തെയോ അവളുടെ വീട്ടുകാരെയോ ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവരെ നമ്മൾ സംരക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനം മുഴുവൻ അത് സമ്മതിച്ചു. ഇസ്രായേൽ ജനം പറഞ്ഞു, തീർച്ചയായിട്ടും മോശയെ നയിച്ച ദൈവം ജോഷുവയുടെ കൂടെയുണ്ട്, അതുകൊണ്ട് നമ്മളെ ദൈവം നയിച്ചോളും എന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് സ്തുതി പാടി അവർ ആ പട്ടണം പിടിച്ചെടുക്കാനായിട്ട് യാത്രയാകുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? കണ്ടോ, മോശയിലൂടെ വന്ന് ജോഷുവയിലൂടെ കാനാൻ ദേശം ദൈവം ഇസ്രായേൽ ജനത്തിന് വീതം വെച്ച് കൊടുക്കുക. ഇത് നമുക്കൊരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുമോ? പറ്റും. 2 ചാരന്മാർ വേണം, ജോഷുവ വേണം, റാഹാബ് വേണം, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കഥാപാത്രങ്ങളാകാവോ? നിങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ ആസ്വദിക്കാം. ജോഷുവ, ജോഷുവ. ആ ജനപ്രമാണികളും സന്തോഷമായി. കർത്താവ് അറിയിച്ച കാര്യം പറയുവാനാണ് നിങ്ങളോട് വരുവാൻ പറഞ്ഞത്. കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിക്കുകയും ഈജിപ്തിൽ ഫറവോയ്ക്കെതിരായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നല്ലോ. ജോഷുവ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് മോശയുടെ പിൻഗാമിയായി അങ്ങേ നിയോഗിച്ചുവെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുവാൻ പോകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്ത പോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളും അടക്കം മഹാസമുദ്രം വരെയും ഇസ്രായേൽ ജനത്തിൻ്റെതായിരിക്കും എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. മോശ വഴി നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റുന്നല്ലോ. ദൈവമായ കർത്താവ് നമുക്ക് നൽകുവാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ 3 ദിവസത്തിനുള്ളിൽ നാം ജോർദാൻ കടക്കണം. അതിനാൽ ജനപ്രമാണികളായ നിങ്ങൾ വേഗം പാളയത്തിലേക്ക് ചെല്ലുക. ആവശ്യമായ സാധനങ്ങൾ എടുത്ത് പുറപ്പെടുവാൻ ജനത്തോട് ആജ്ഞാപിക്കൂ. ശരി, അങ്ങനെയാകാം. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ദൈവമേ, ഈ ദാസനെ ശക്തിപ്പെടുത്തണമേ. ജോഷുവ, അങ്ങ് ഞങ്ങളെ വിളിച്ചോ? വിളിച്ചു. റൂബൻ, ഗാദ് ഗോത്രങ്ങളുടെ തലവന്മാരല്ലേ നിങ്ങൾ? നിങ്ങളോടും മനാസയുടെ അർത്ഥഗോത്രത്തോടും മോശ വഴി ദൈവം അരുളി ചെയ്തത് അനുസ്മരിക്കുവിൻ. ജോർദാനിക്കരെ ഈ സ്ഥലമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശരിയാണ്. മോശ അന്ന് പറഞ്ഞിരുന്നു, ജോർദാനിക്കരെ നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരു സ്ഥലം തരുമെന്ന്. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യമാരും കുട്ടികളും
കന്നുകാലികളും ഇവിടെ സുരക്ഷിതമായി താമസിക്കട്ടെ. നിങ്ങളിൽ കരുത്തുള്ളവർ അരമുറുക്കി ആയുധം ധരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പേ പോയി ദൈവം അവർക്ക് നൽകുവാൻ പോകുന്ന ദേശം കൈവശമാക്കുന്നതുവരെ അവരെ സഹായിക്കുവിൻ. യോശുവ, അങ്ങ് പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം. ശരി, എങ്കിൽ റൂബൻ, ഗാദ്, മനാസെ ഗോത്രങ്ങൾ പറഞ്ഞതുപോലെ പുറപ്പെടുവാൻ ഒരുങ്ങിക്കൊള്ളുക. മോശെ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അങ്ങേ അനുസരിക്കാം. നിങ്ങൾ രഹസ്യമായി ജെറീക്കോ പട്ടണം നിരീക്ഷിക്കുവിൻ. എങ്ങനെ ജെറീക്കോ പട്ടണം പിടിച്ചടക്കാമെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ശരി, ഞങ്ങൾ പോകാം. ആരാണ്? എന്തു വേണം? ദൈവമായ കർത്താവ് ഈ രാത്രി ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇസ്രായേൽക്കാരാണോ? അതെ. കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ച് ഭീതി നിറഞ്ഞിരിക്കുന്നു. റാഹാബ്, ഞങ്ങൾ നിനക്കോ നിന്റെ കുടുംബത്തിനോ ഒരു ദോഷവും ചെയ്യുകയില്ല. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാൻകാരെ സിഹോൻ, ഓദ് എന്ന 2 അമോ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു. നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി തീർന്നു. ആരും മുട്ടുന്നുണ്ട്. രാജാവിൻ്റെ ആൾക്കാരായിരിക്കും. നിങ്ങൾ പുരമുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുവിൻ. വേഗമാകട്ടെ. നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരുവാൻ രാജാവ് കൽപ്പിക്കുന്നു. അവർ നമ്മുടെ ദേശം ഒറ്റുനോക്കുവാൻ വന്നവരാണ്. ഏതാൻ പേർ ഇവിടെ വന്നെന്നത് വാസ്തവം തന്നെ. എന്നാൽ അവർ എവിടുത്തുകാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാ. സഹോദരന്മാരെ, ഇറങ്ങി വരൂ. അവർ പോയി. ഞങ്ങൾ പേടിച്ചു പോയി. അവർ പട്ടണവാതിൽ അടച്ചിട്ട് നിങ്ങളെ തേടി ജോർദാൻ കടലിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഒരു വഴിയുണ്ട്. എൻ്റെ ഈ വീട് മതിലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഞാൻ ജനലിൽ ഒരു കയർ കെട്ടി അതുവഴി നിങ്ങളെ താഴേക്ക് ഇറക്കി വിടാം. നിങ്ങളെ അവർ കാണാതിരിക്കാൻ നിങ്ങൾ നേരെ മലമുകളിലേക്ക് പോകുക. 3 ദിവസം കഴിഞ്ഞ് അവർ മടങ്ങി വന്ന് പട്ടണത്തിൽ കയറും. അപ്പോൾ മാത്രമേ നിങ്ങൾ പോകാവൂ. റാഹാബ്, ഞങ്ങൾ നിനക്കായി എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത്? മുകളിൽ ആകാശത്തും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവ്വം വർത്തിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവിൻ. എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റ് ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിനും ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം. ഞങ്ങളെ കൊണ്ട് ശബ്ദം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും. ഞങ്ങൾ തിരിച്ചുവരുമ്പോൾ ഞങ്ങളെ ഇറക്കിവിട്ട ജനാലകളിൽ ഈ ചുവന്ന ചരട് കെട്ടണം. നിന്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളോ പ്രതിഭവനത്തിലുള്ള എല്ലാവരെയും നിന്റെ വീട്ടിൽ വിളിച്ചു കൂട്ടണം. അങ്ങനെയാകട്ടെ. എങ്കിൽ സമയം കളയാതെ വേഗം താഴേക്കിറങ്ങൂ. കർത്താവിനെ സാക്ഷാത്കാരം പറയുന്നു. ഈ ചുവന്നറിവൻ നിങ്ങളെ ഇറക്കിവിടാൻ ഞാൻ കയർ കെട്ടുന്ന അതേ ജനാലയിൽ ഈ ചുവന്നറിവൻ കെട്ടിയിരിക്കും. ഇതാ കയർ. വേഗം രക്ഷപ്പെട്ടുകൊള്ളുക. ജോഷുവ,
ജോഷുവ, ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി എന്തുമാത്രം അത്ഭുതങ്ങളാ പ്രവർത്തിച്ചത് എന്നോ? ജോഷുവ, അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത്. അവർ സഭാസമയവും പട്ടണവാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ജോഷുവ, ഞങ്ങൾ രാഹാബിന്റെ വീട്ടിൽ കഴിച്ചുകൂട്ടിയ രാത്രിയിൽ ഞങ്ങളെ പിടിക്കുവാൻ രാജസേവകർ അവിടെ വന്നിരുന്നു. എന്നിട്ടോ? റാഹാബ് ഒരു വേശ്യ സ്ത്രീയാണെങ്കിലും ഞങ്ങളോട് അതീവ കാരുണ്യം കാണിക്കുവാൻ ഇടയാക്കി. പുരമുകളിൽ ഞങ്ങളെ ഒളിപ്പിച്ചു, ജനാലകളിൽ കയർ കെട്ടി അതിലൂടെ ഞങ്ങളെ പുറത്തു കടത്തി. ജോഷുവ, കർത്താവ് ജെറിക്കോ പട്ടണം നമുക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ അവളെയും അവളുടെ പ്രതിഭവനത്തെയും നാം സംരക്ഷിക്കണം. ആ ഭവനം തിരിച്ചറിയുവാൻ ആ ജനാലയിൽ ഒരു ചുവന്ന റിബൺ കെട്ടിയിരിക്കും. ദൈവമായ കർത്താവാണ് ഈ സത്യം. ജെറീക്കോ നിരീക്ഷിക്കുന്നതിന് ഞാൻ അയച്ച എൻ്റെ ദൂതന്മാരെ സംരക്ഷിച്ച വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുക്കളെയും ഞാൻ സംരക്ഷിക്കും. മോശയെ നയിച്ച ദൈവമായ കർത്താവ് എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കൂട്ടുകാർ നന്നായിട്ട് അഭിനയിച്ചല്ലേ? ഇങ്ങനെ നോക്കിയേ, ഈ തിരുവരങ്ങിൽ വന്നതോടുകൂടി നിങ്ങൾക്ക് ജോഷുവ ആരാന്ന് മനസ്സിലായി അല്ലേ? ഗോത്രങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി, ചാരന്മാരാരാണെന്ന് മനസ്സിലായി. അവർ ചെന്നിട്ട് ആരാ അവരെ സംരക്ഷിച്ചെന്നറിയാം. ആരാ ചാരന്മാരെ സംരക്ഷിച്ചത്? അവരെ ചാരന്മാരെ അങ്ങോട്ട് അയച്ചത് ആരാണ്? ആരാ അയച്ചത് അങ്ങോട്ട്? ജോഷുവ അല്ലേ? അപ്പൊ ജനം അവസാനം ജോഷുവയോട് എന്താ പറഞ്ഞത്? മോശയെ നയിച്ച ദൈവം നിന്നെയും നയിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന. മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവം നിന്നോട് കൂടെയും ഉണ്ടാ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ തിരിച്ചറിയുന്നുണ്ടല്ലേ? ഇനി ഇതുപോലെ നമുക്ക് ബൈബിൾ ഭാഗങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുകയല്ലേ? അല്ലേ? ഈ സ്കിറ്റ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്കൂളിൽ കളിക്കാൻ പറ്റുകയല്ലേ? വീട്ടിൽ ചെന്നിട്ട് കളിക്കാവോ? വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ പപ്പായും മമ്മിയും ഒക്കെ കൂടി ഈ സ്കിറ്റ് ഒന്ന് കളിക്കാവോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബൈബിൾ പ്രഘോഷിക്കുന്നത്. ഇതെല്ലാം സുവിശേഷ പ്രഘോഷണമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? നല്ല ദൈവമേ, മക്കളെ എല്ലാം തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവർ ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളോടും തങ്ങളെ തന്നെ ചേർത്ത് വയ്ക്കുവാനും ആ കഥാപാത്രങ്ങളെ അഭിനയിക്കുമ്പോൾ അവരിലുള്ള ഗുണവിശേഷങ്ങളെല്ലാം ദൈവം അവരെ പരിപാലിക്കുന്നത്, ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി, ഇതിൻ്റെ എല്ലാം പ്രാധാന്യവും ആവശ്യവും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കണമേ. നല്ല ദൈവമേ, എപ്പോഴും അങ്ങേ അനുസരിക്കുവാനും അങ്ങ് അയക്കുന്ന പ്രവാചകന്മാരെയും പുരോഹിതരെയും ശ്രവിക്കുവാനും അവരിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതം തിരിച്ചറിയുവാനും വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ചൊല്ലാൻ തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. നല്ല ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, ധാരാളം നല്ല ദൈവവിളികൾ നൽകിയേ തിരുസഭയെ അനുഗ്രഹിക്കണമേ. പ്രവാചകന്മാരെ അയച്ച് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നല്ല പുരോഹിതരെയും നല്ല സന്യസ്തരെയും നല്ല സുവിശേഷ പ്രഘോഷകരെയും ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചു തന്ന് ദൈവഹിതവും ബൈബിൾ വ്യാഖ്യാനവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ജോഷുവയെ അനുസരിച്ച് ഇസ്രായേൽ ജനം ജീവിച്ചതുപോലെ ഞങ്ങളുടെ സഭാ അധികാരികളെ അനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ
ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുവാനും ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ എല്ലാ ദിവസവും വചനം വായിക്കുവാനും പഠിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്കും നൽകണമേ. മോശയെ നയിച്ച ദൈവമേ, ജോഷുവയെ നയിച്ച ദൈവമേ, ഞങ്ങളെയും നയിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എല്ലാവരും സ്തുതിയല്ലേക്ക്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് സ്തുതിയല്ലേക്ക്.